Hello and welcome back to our channel. So in the വലിയ plan ഒന്നുമില്ല, just shopping and exploring the streets one last time. ഉദയപൂരിലെ ഷോപ്പിങ്ങിനായിട്ട് കുറേ മാർക്കറ്റ്സ് ഉണ്ട്. പേഴ്സണലി ഐ ഫീൽ ഹാത്തിപാൽ ഇസ് ദ ബെസ്റ്റ് മാർക്കറ്റ് ടു ഷോപ്പ് എവറിത്തിങ്. അങ്ങനെ ആദ്യം ജൂട്ടീസ് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ കയറിയത്. ഐ ലവ് ദിസ്, പക്ഷേ ദീസ് ജൂട്ടീസ് ഡോണ്ട് ഹാവ് എ ഫിക്സ്ഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഷേപ്പ്. അതുകൊണ്ട് നടക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. അടുത്തതായി ദുപ്പട്ട സെലക്ഷനാണ്. എല്ലാ മെറ്റീരിയൽസും ഭയങ്കര കളർഫുൾ ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഔട്ട് ഓഫ് ഓൾ ദിസ്, വിച്ച് വൺ ഡു യു തിങ്ക് ഐ ചോസ്? യു ക്യാൻ കമൻറ്റ് ബിലോ ഇൻ ദ കമൻറ്റ് ബോക്സ്. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോറേഷനിലേക്ക് കിടക്കുകയാണ്. ഗൈസ്, ഉദയപൂരിലെ സൺസെറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. സോ മെനി മൂവീസ് ഫ്രം ബോളിവുഡ് ടു ഹോളിവുഡ് ഹാവ് ബീൻ ഷോട്ട് ഹിയർ. ലേക്കിലേക്കുള്ള റിഫ്ലക്ഷൻ കാരണം ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ഡബിൾ സൺസെറ്റ് എഫക്റ്റ്. അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ട് ഫുഡ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇത് ഫത്തേസാഗർ ലേക്കിന്റെ ഓപ്പോസിറ്റുള്ള ഫുഡ് സ്ട്രീറ്റ് ആണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. കണ്ടാൽ തോന്നുന്നു ഫുൾ ഉദയപൂരിലെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത്രയ്ക്കും തിരക്ക്, റഷ്, നോയ്സ്, സൗണ്ട്, ബട്ട് എല്ലാം കൂടി ഒരു ഭയങ്കര ഒരു നല്ലൊരു വൈബാണ്, ഈവനിങ് വൈബാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആൻഡ് ഫ്രണ്ട്സ്, ഇവിടെ കാണുന്ന പോലെ ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്യാമൽ റൈഡ്സ് ആൻഡ് ഹോഴ്സ് റൈഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇന്നലെ ഒരു നോമിനൽ ചാർജിന് അവൈലബിൾ ആണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ബട്ട് വി ഡിഡ്ന്റ് ഹാഡ് ഇനഫ് ടൈം ടു എൻജോയ് ദിസ്. സോ ഉദയപൂർ വരുന്നവരെ എല്ലാവരും ഇത് ട്രൈ ചെയ്യേണ്ടതാണ്. It's not just basic snacks, there is so much variety. Different types of chaats, sandwiches, noodles, fried rice, Chinese dishes, momos. അങ്ങനെ so many. Kulfi, ice cream, desserts. നോക്കിക്കേ. എനിക്ക് ആക്ച്വലി ഇത് കണ്ടപ്പോൾ, ഞങ്ങൾ മലേഷ്യയിൽ പോയപ്പോൾ ബുക്കിറ്റ് ബിങ്താങ് ആണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ബിക്കോസ് നൈറ്റും കൂടെ ആകുമ്പോൾ ഇറ്റ് വിൽ ബി സെയിം വൈബ്. അവിടുത്തെ അതേ വൈബാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങാനായിട്ട് പോവുകയാണ്. We tried so many sweets from there, but honestly we don't know all the names. പക്ഷേ എല്ലാം സൂപ്പറായിരുന്നു. രാജസ്ഥാനിലെ മോസ്റ്റ് ഐക്കോണിക് സ്വീറ്റ് ആണ് ഗേവർ. എസ്പെഷ്യലി അവരുടെ ഫെസ്റ്റിവൽസിലൊക്കെ സെർവ് ചെയ്യണതാണ്. സോ വി ബോട്ട് ദാറ്റ്. ആൻഡ് മാവ കച്ചോരി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട്സ് സ്റ്റഫ് ചെയ്തേക്കുന്ന ഒരു സ്വീറ്റാണ്. ആൻഡ് ദ റസ്മലായ് വാസ് റിയലി ഗുഡ്. എവറിത്തിങ് വാസ് സോ ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്കും കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. നോക്കൂ ഫ്രണ്ട്സ്, എനിക്കാകെ ഒരു ബൈറ്റ് മാത്രം തന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യുന്നു. ഒന്ന് വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. അങ്ങനെ എൻ്റെ ബാബ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു. എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. അങ്ങനെ ഇഫ് യു ഗൈസ് വാണ്ട് ടു നോ എന്താണ് വാങ്ങിയത് എന്നറിയണമെങ്കിൽ ഷോപ്പിംഗ്. ഓക്കെ, ഇത് വലിയ സമോസ, കച്ചോരി അത്രേ ഉള്ളൂ. രണ്ട് സീൻ. ഇത് ജിലേബി, ദോക്ല. ഇത് വാട്ട് ഈസ് ദിസ്? ദോക്ല. This is dokla guys, dokla. Okay. അതും കച്ചോരിയൊക്കെ തന്നെ. ജിലേബി സെറ്റ്. ഗൈസ്, ദോക്ല എനിക്കായിട്ട് മേടിച്ച ദോക്ല സുധിനാണ് കഴിക്കണം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സുധിന് ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെടാത്ത? സുധിന് ഇഷ്ടപ്പെടാത്ത
സുധിന് ഇതെല്ലാം സോറി ഗൈസ്, ഇതെല്ലാം എൻ്റെ രാജസ്ഥാനി വളയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഗുഡ് ബൈ പറയാനാണ് ഉദയപൂരിനോട് പോവാണ്. ആൻഡ് ഐ ഫീലിംഗ് ഇച്ചിരി വിഷമമുണ്ട്, വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ എന്നൊരു ചെറിയ വിഷമം. പക്ഷേ ഞാൻ പറയാം, ഉദയപൂർ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ട്രഡീഷണൽ വെയർസ് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെടും. കുറേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. സോ അതുകൊണ്ട് വളകൾ, ഇഷ്ടംപോലെ വളകൾ, മാല, ബാഗ്സ്, നല്ല സീനറീസ്. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഗേൾസ്, അതുപോലെ ഹിസ്റ്ററി, കൊട്ടാരങ്ങൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു നല്ല പ്ലേസ് ആണ്. സോ യു ഗൈസ് ഷുഡ് ഓൾസോ കം ഹിയർ ആൻഡ് എക്സ്പ്ലോർ ഉദയപൂർ. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ഉദയപൂരിനോട് ബൈ പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ് ട്രിപ്പ് ഫോർ us. ആൻഡ് ഈവൻ ദോ ഇറ്റ് വാസ് എ ഷോർട്ട് നോട്ടീസ്, ബട്ട് ഞങ്ങളുടെ ട്രിപ്പ് ആക്ച്വലി എല്ലാം പ്ലാൻ ചെയ്തതിലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റി, ഫോട്ടോസ് എടുക്കാൻ പറ്റി, ഒരുപാട് നല്ല മെമ്മറീസ് ചെറിഷ് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. Guys, have you ever noticed this during a flight? ഇതൊരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ഗ്ലോറി. ഞാനിങ്ങനെ മേഘങ്ങളെ നോക്കിയപ്പോൾ നോട്ടീസ് ചെയ്തതാണ്. ആക്ച്വലി ഇത് റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ്. അങ്ങനെ നമ്മൾ ഹൈദരാബാദിലെത്തി, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ റിട്ടേൺ ചെയ്യാണ് ബാക്ക് ടു ട്രിവാൻഡ്രം. കണ്ടോ, എനിക്കാണെങ്കിലും ഒരു മേക്കപ്പും ഇല്ലാതെ ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. ഓ, സുന്ദരിയാണല്ലേ. ക്ഷീണിച്ചു പോയി, ഞാനൊന്നും കഴിച്ചില്ല. കൃഷ്ണ പുതിയ വിശേഷങ്ങളോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, bye.